അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട രീതിയിൽ സമർപ്പിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഹന്ന വെറുതെ പോയിരുന്ന് കരഞ്ഞില്ല. ഹന്ന പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തരുന്നതിന് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നൽകും എന്നൊരു സമർപ്പണത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത്. പ്രിയ ദൈവ പൈതലെ, ആ ഒരു സമർപ്പണത്തോടെ ഒരു അമ്മ തൻ്റെ പൈതലിന് ഒരു പൈതൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സമർപ്പണത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവം ഒരു പൈതലെ കൊടുത്തു. അത് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ വീണ്ടും 5 മക്കളെ കൊടുത്തു. ഇന്നും ആ ഒരു സമർപ്പിക്കപ്പെട്ട പൈതലിനെ കുറിച്ച് നാം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് മുൻമാതിരിയായിത്തീരുന്നു. പക്ഷേ ആക്ഷേപിച്ച് തനിക്ക് ഇരുന്നതിനെ വെച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആ ഒരു അമ്മയുടെ മക്കളെയോ അമ്മയെക്കുറിച്ചോ പിന്നെ ബൈബിളിലൊരിടം പറയുന്നില്ല. പ്രിയ ദൈവ പൈതലെ, ആയതുകൊണ്ട് ഈ ലോക ഓട്ടത്തിൽ നാം അടുത്തവരെ കുറ്റം പറഞ്ഞിരിക്കുന്നവരല്ല. നമുക്കില്ലാത്തതിനെ ഒന്നിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പറയുകയും കർത്താവ് തന്ന നന്മകളെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ അത് നമുക്ക് ഈ ലോകത്തും വരുവാനുള്ള